ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ചെയ്തത് വീഡിയോയുടെ പാർട്ട് 2 ആണ്. ടോപ്പ് 10 വൈവ ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ 5th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണ് അതിൻ്റെ ആൻസർ, എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയുന്നവരോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ആൻസർ ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇതിൽ നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: വാട്ട് തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ഡിഡ് യു അപ്ലൈ? ഏത് ടൈപ്പ് ഓഫ് തിയറിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് പറയുക? I applied gender studies or feminism or post-colonialism as the main framework. ഏതാണോ നിങ്ങളുടെ തിയറി അതാണ് അവിടെ കൊടുക്കേണ്ടത്. For example, I used Simon G. Beauvoir's idea that one is not born but rather becomes a woman to understand female identity in literature. Similarly, Peter Barry and M.H. Abraham's concepts helped me in critical analysis. അതായത് എങ്ങനെയാണ് ആ ഒരു തിയറി വെച്ച് നിങ്ങളത് പ്രൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ തിയറി ഏതാണോ ആ തിയറിയിൽ മെയിനായിട്ട് പറയുന്നൊരു റൈറ്റർ, അയാൾ എന്തു വെച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ചലഞ്ചസ് ഡിഡ് യു ഫേസ് വൈൽ റൈറ്റിംഗ് ദിസ് പ്രൊജക്റ്റ്? അതായത് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അപ്പം ആൻസർ ചെയ്യേണ്ടത്: One major challenge was selecting appropriate secondary sources because critical material was vast. Another challenge was to connect theory with text without making the project too descriptive. But with proper reading and guidance, I managed to structure the project clearly. അതായത് നമുക്ക് വരുന്ന ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡറി സോഴ്സ് കുറേ വാസ്റ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് ഏതെടുക്കണം എന്നറിയില്ല. പിന്നത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അത്രയും പേജസ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് ചെയ്യേണ്ടതാണ്. അതാണ് രണ്ടാമത്തെ ചലഞ്ച്. മൂന്നാമത്തെ ചലഞ്ച് എന്താണ്? ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ കറക്റ്റ് സ്ട്രക്ചറിൽ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഈസ് യുവർ പ്രൊജക്ട് റെലവൻറ്റ് ടുഡേ? ദിസ് ഈസ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാത്ത ഒരു വൈവയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്: My project is relevant because the issues of gender inequality, identity, and representation are still alive in society. For instance, though women have progressed, the struggles depicted in these novels mirror the continuing social barriers. Thus, literature becomes a mirror and a tool for social change. അതായത് നമ്മുടെ തിയറി ഏതാണോ ആ തിയറിയും നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റും തമ്മിൽ ഉള്ള ബന്ധം, അതുപോലെ അത് നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് റെലവൻസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഫെമിനിസം പോലുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കുറേ സൂയിസൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇത് റെലവൻ്റ് ആണ്. ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവമോ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവമൊന്നും ഇപ്പോഴും കുറേ പേരുടെ മൈൻഡിലില്ല. ഇപ്പോഴും എല്ലാവരും സപ്രസ്ഡ് ആയിട്ട് മറ്റുള്ളവരെന്ത് പറയുന്നോ അത് കേട്ട് ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജനറേഷൻ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് റെലവൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, നിങ്ങളുടെ തിയറി ഏതാണോ അതിൻ്റെ റെലവൻസ് അനുസരിച്ച് ഇത് മാറ്റണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ക്യാൻ യു ബ്രീഫ്ലി സമ്മറൈസ് യുവർ ഫൈൻഡിങ്സ്? ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് എന്തായാലും ചോദിക്കും. അപ്പം അതെങ്ങനെ ആൻസർ ചെയ്യാം? My findings show that literature not only entertains but also questions power structures. Evelina reveals the restrictions on women in the 18th century, while the henna artist shows women negotiating agency in post-independence India. Together, they prove that women's journey from silence to voice is gradual but powerful. അതായത്
നമ്മുടെ ഫൈൻഡിങ്സ് ഇപ്പോൾ ഇതിൽ ഞാൻ എവ്ലീനയുടെയും ദ ഹെന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന 2 നോവലിലാണ് എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫൈൻഡിങ്സ് പറയുമ്പോൾ എന്താണ് ഇന്ത്യയിലുണ്ടായിരുന്ന 18th സെഞ്ച്വറി ടൈമിൽ ഉണ്ടായിരുന്ന വുമണിൻ്റെ ഒരു പോർട്രയലും അതേപോലെ തന്നെ അത് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ 20th സെഞ്ച്വറിക്ക് ആയ സമയത്തുള്ള വുമണിൻ്റെ ആ ഒരു ട്രാൻസാക്ഷനൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. ഇതിലുള്ള ഓരോ സിറ്റുവേഷൻസും വെച്ച് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് യുവർ പ്രൊജക്ട് ഡിഫറെൻറ്റ് ഫ്രം അതർ സ്റ്റഡീസ്? മറ്റുള്ള സ്റ്റഡീസിൽ നിന്ന് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ ചെയ്യേണ്ടത്, മൈ പ്രൊജക്ട് ഈസ് യുണീക്ക് ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് just summarize the novels but applies gender studies comparatively. I tried to balance textual analysis with theoretical insights so that the project is both literary and critical. This comparative approach makes it different. അതായത് ഇതിൽ ജസ്റ്റ് സമ്മറി ആയിട്ടോ നോവലിൻ്റെ സമ്മറി ആയിട്ടല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതൊരു തിയറി വെച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫൈൻഡിങ്സ് പ്രൂവ് ചെയ്യുകയാണെന്നും ഇതൊരു ലിറ്റററി വർക്കും അതുപോലെ തന്നെ ഒരു ക്രിട്ടിക് വർക്കും ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നും ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി എൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ എവ്ലീന ആൻഡ് ദ ഹെന്ന ആർട്ടിസ്റ്റ് ആ ഒരു തിയറി ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ തിയറി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാക്കാം. ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കും, ആൻസേഴ്സ് നമുക്ക് നമ്മുടെ ടോപ്പിക് വെച്ച് ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് അത് വയ്യ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് യു പേഴ്സണലി ഗെയിൻ ഫ്രം ദിസ് പ്രൊജക്ട്? എന്താണ് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ ചെയ്യുക. പേഴ്സണലി ഐ ലേൺഡ് ഹൗ ടു കണക്ട് തിയറി വിത്ത് ലിറ്ററേച്ചർ ആൻഡ് ഹൗ ലിറ്ററേച്ചർ റിഫ്ലെക്ട്സ് സൊസൈറ്റി. I also improved my critical thinking, research skills, and writing style. More than an academic exercise, this project gave me confidence to speak about social issues through literature. അതായത് പേഴ്സണലി എന്താണ് ഇതെനിക്ക് എങ്ങനെയാണ് ഒരു വർക്കിൽ ഒരു തിയറി അപ്ലൈ ചെയ്യേണ്ടത്, ആ ഒരു ലിറ്ററേച്ചർ എങ്ങനെയാണ് സൊസൈറ്റിയായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിസർച്ച് സ്കില്ല്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അതുപോലെ ഒരു നല്ല ലിറ്ററേച്ചർ എങ്ങനെയാണ് സൊസൈറ്റിയെ കണക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സഹായിച്ചു എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെന്തായാലും പോയി കാണാം, എന്നിട്ട് മാത്രം ബാക്കി ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഇത് PG കാർക്കാണെന്നുണ്ടെങ്കിലും ഡിഗ്രിക്കാർക്കാണെന്നുണ്ടെങ്കിലും എഫക്റ്റീവായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണെന്ന് എനിക്കറിയാം. കാരണം ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംപ്രസീവ് ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ വൈവ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതിലെ മോർ അപ്ഡേഷൻസും അതുപോലെ വൈവ റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാവുന്നതാണ്. നമ്മൾ അത് ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തിയറിയിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറല്ലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.